ദക്ഷിണാഫ്രിക്ക എ ടീമിനെതിരെ നടക്കുന്ന രണ്ടാം അനൗദ്യോഗിക ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ എ ടീമിന് ബാറ്റിംഗ് തകർച്ച. ആദ്യ ദിനത്തിൽ തന്നെ ഇന്ത്യ എ ടീം 255 റൺസിനാണ് പുറത്തായിരിക്കുന്നത്. ഇന്ത്യയുടെ ബാറ്റിങ്ങിന്റെ തുടക്കത്തിൽ തന്നെയാണ് ഇന്ത്യ ബാറ്റിംഗ് തകർച്ചയാണ് നേരിടേണ്ടതായിട്ട് വന്നത്. ഇന്ത്യയുടെ ഓപ്പണർമാർക്കൊന്നും ബാറ്റിംഗിൽ തിളങ്ങാൻ കഴിഞ്ഞിരുന്നില്ല. കെ രാഹുൽ 19 റൺസിന് പുറത്തായപ്പോൾ അഭിമന്യു ഈശ്വർ 0-നാണ് പുറത്തായത്. ഇന്ത്യയുടെ യുവതാരങ്ങളായ സായി സുദർശനും ദേവദത്ത് പടിക്കലിനും ഈ ഒരു മത്സരത്തിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല. ബാറ്റിങ്ങിൽ ദേവദത്ത് പടിക്കൽ 5 റൺസിന് പുറത്തായപ്പോൾ സായി സുദർശന് 17 റൺസാണ് നേടാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ ഈ രണ്ടു താരങ്ങളും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യ സ്ക്വാഡിലുള്ള താരങ്ങൾ കൂടിയാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റനായ ഋഷഭ് പന്ത് 24 റൺസാണ് ഈ ഒരു മത്സരത്തിൽ നേടിയത്. അങ്ങനെ വമ്പൻ ബാറ്റിംഗ് തകർച്ചയിൽ നിന്ന ഇന്ത്യൻ ടീമിന് ഒരു ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത് ഇന്ത്യയുടെ യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറേലിന്റെ സെഞ്ചുറി പ്രകടനമായിരുന്നു. അതും ഋഷഭ് പന്തിന് ശേഷമായിട്ട് 6ാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയാണ് ധ്രുവ് ജുറേൽ സെഞ്ചുറി നേടിയിരിക്കുന്നത്. കൂടാതെ ഇന്ത്യൻ ബൗളർമാരായ കുൽദീപ് യാദവിനെയും മുഹമ്മദ് സിറാജിനെ കൂട്ടുപിടിച്ചായിരുന്നു ധ്രുവ് ജുറേലിന്റെ സെഞ്ചുറി പ്രകടനം എന്നും കൂടെ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. 175 പന്തുകളിൽ നിന്നായിട്ട് 12 ഫോറുകളും 4 സിക്സറുകളും അടക്കം പുറത്താകാതെ 132 റൺസാണ് ധ്രുവ് ജുറേൽ നേടിയിരിക്കുന്നത്. എന്തായാലും കുറഞ്ഞ സ്കോറിലേക്ക് ഇന്ത്യ വീഴേണ്ട സാഹചര്യത്തിൽ നിന്നും ഇന്ത്യയെ ഒരു ഭേദപ്പെട്ട സ്കോറിലേക്ക് കൈപിടിച്ച് കരകയറ്റിയത് ധ്രുവ് ജുറേൽ എന്ന് തന്നെ നമുക്ക് സംശയം കൂടാതെ പറയാം. എന്തായാലും കുൽദീപ് യാദവ് 20 റൺസും മുഹമ്മദ് സിറാജ് 15 റൺസും നേടിയാണ് ധ്രുവ് ജുറേലിന് മികച്ച പിന്തുണ നൽകിയത്. ഇന്ത്യ ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.